കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന്റെ മാനേജർ സുനിൽ രാജ് എന്ന അപ്പുണ്ണി അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായേക്കും. മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയ സാഹചര്യത്തിലാണ് അപ്പുണ്ണി പോലീസിന് മുന്നിൽ ഹാജരാവുക. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിന്റെ മാനേജർ അപ്പുണ്ണിക്ക് ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ച സാഹചര്യത്തിലാണ് അന്വേഷണം ഹാജരാവുക. അപ്പുണ്ണി ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. കേസിൽ ഇതുവരെ അപ്പുണ്ണിയെ പ്രതി ചേർത്തിട്ടില്ല. അപ്പുണ്ണിയെ ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. എങ്കിൽ മാത്രമേ അപ്പുണ്ണിയുടെ ഗൂഢാലോചനയിലെ പങ്ക് വ്യക്തമാകൂ എന്നാണ് പോലീസിന്റെ നിലപാട്. ദിലീപ് അറസ്റ്റിലായതിന് തൊട്ടുപിന്നാലെയാണ് അപ്പുണ്ണി ഒളിവിൽ പോയത്. തുടർന്ന് ഇയാൾ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കുകയായിരുന്നു. നടിയെ ആക്രമിച്ചതിലെ ഗൂഢാലോചനയിലും ആസൂത്രണത്തിലും അപ്പുണ്ണിയുടെ പങ്ക് സംബന്ധിച്ച് പോലീസിന് ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. ഗൂഢാലോചന മറച്ചുവെച്ചതിലും തെളിവ് നശിപ്പിച്ചതിലും അപ്പുണ്ണിയെ പോലീസ് ചോദ്യം ചെയ്യും. ജയിലിൽ നിന്ന് പൾസർ സുനി അപ്പുണ്ണിയെ വിളിച്ചിരുന്നു. ദിലീപും പൾസർ സുനിയും തമ്മിലെ പണമിടപാട് സംബന്ധിച്ചാകും പോലീസ് പ്രധാനമായും ചോദ്യം ചെയ്യുക. അക്രമത്തിലോ ഗൂഢാലോചനയിലോ അപ്പുണ്ണിയുടെ പങ്ക് വ്യക്തമായാൽ ചോദ്യം ചെയ്യലിന് ശേഷം അപ്പുണ്ണിയെ കേസിൽ പ്രതി ചേർക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സ്വകാര്യ മേഖലയിലെ കൂട്ടപ്പിരിച്ചുവിടലിനെതിരെ പ്രതിഷേധം ശക്തമാക്കാനൊരുങ്ങി ഇടതു യുവജന സംഘടനകൾ. സ്വകാര്യ മേഖലയിലെ തൊഴിൽ നിയമങ്ങൾ ദുർബലപ്പെടുത്താനുള്ള സർക്കാർ നീക്കം അവസാനിപ്പിക്കണമെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി വ്യക്തമാക്കി. തൊഴിൽ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാൻ നരേന്ദ്രമോദി സർക്കാർ പരാജയപ്പെട്ടെന്നും സീതാറാം യെച്ചൂരി ചൂണ്ടിക്കാട്ടി. IT മേഖലയിൽ ഉൾപ്പെടെ സ്വകാര്യ കമ്പനികളിൽ തൊഴിലാളികളെ പിരിച്ചുവിടുന്നതിൽ വൻ വർധനവുണ്ടായ സാഹചര്യത്തിലാണ് വിദ്യാർത്ഥികളെയും യുവാക്കളെയും ഉൾപ്പെടുത്തിയുള്ള പ്രതിഷേധം ശക്തമാക്കാൻ SFI, DYFI സംഘടനകളുടെ തീരുമാനം. നിയമന നിരോധനം അവസാനിപ്പിച്ച് സർക്കാർ മേഖലയിൽ ഒഴിവുകൾ നികത്തണമെന്നും സ്ഥിരം ജോലികളിൽ പുറം കരാർ വഴിയുള്ള നിയമനങ്ങൾ അവസാനിപ്പിക്കണമെന്നും ഇടത് യുവജന സംഘടനകൾ ആവശ്യപ്പെട്ടു. തൊഴിൽ നിയമങ്ങളെ ദുർബലപ്പെടുത്താനുള്ള സർക്കാർ നീക്കം അവസാനിപ്പിക്കണമെന്ന് കൺവെൻഷനിൽ പങ്കെടുത്ത് CPM जनरल सेक्रेटरी सीताराम येचूरी व्यक्तमाकी. सवाल ये है कि भारत के अंदर आज रोजगार बढ़ाने के लिए एक रास्ता है और वो रास्ता है सरकार निवेश करे अपने इंफ्रास्ट्रक्चर बनाने में. साधनों की कमी नहीं है सरकार को और उस साधन को जुटाकर ये इंफ्रास्ट्रक्चर बनाने में इन्वेस्ट करेगी तो तब नए नौकरियों की सृष्टि होगी और तब एक नया भारत बनाने के रास्ते पे हम जा सकते हैं. പ്രതിവർഷം 2 കോടി പുതിയ തൊഴിലവസരം വാഗ്ദാനം ചെയ്ത നരേന്ദ്രമോദി സർക്കാർ വാഗ്ദാന ലംഘനങ്ങൾ മറയ്ക്കാനാണ് മേക്ക് ഇൻ ഇന്ത്യ, ഡിജിറ്റൽ ഇന്ത്യ തുടങ്ങിയ പൊള്ളയായ മുദ്രാവാക്യങ്ങൾ ഉയർത്തുന്നതെന്നും സീതാറാം യെച്ചൂരി ചൂണ്ടിക്കാട്ടി. ന്യൂസ് ബ്യൂറോ, ദില്ലി. ദുരന്ത നിവാരണത്തിന് ജനങ്ങളെ സജ്ജരാക്കാൻ ഒരുങ്ങി കോഴിക്കോട് കക്കോടി ഗ്രാമപഞ്ചായത്ത് മാതൃകയാകുന്നു. സംസ്ഥാന സർക്കാരിന്റെ കമ്മ്യൂണിറ്റി റെസ്ക്യൂ വളണ്ടിയർ സ്കീമിൽ 101 പേരാണ് പരിശീലനത്തിന് തയ്യാറെടുക്കുന്നത്. പദ്ധതിയുടെ കോഴിക്കോട് ജില്ലാതല ഉദ്ഘാടനം മന്ത്രി KT ജലീൽ നിർവഹിച്ചു. അടുക്കളയിലെ ഗ്യാസ് സിലിണ്ടറിന് തീപിടിച്ചാൽ എന്ത് ചെയ്യണമെന്നറിയാത്തവർക്ക് മുന്നിൽ തീയണച്ചും ഉയരം കൂടിയ കെട്ടിടത്തിൽ കുടുങ്ങിയവരെ പരിക്കേൽക്കാതെ താഴെയിറക്കിയും ദുരന്ത നിവാരണത്തിന്റെ ബാലപാഠങ്ങൾ നാട്ടുകാരുടെ സഹകരണത്തോടെ അവതരിപ്പിച്ചാണ് കമ്മ്യൂണിറ്റി റെസ്ക്യൂ വളണ്ടിയർ പദ്ധതിയുടെ കോഴിക്കോട് ജില്ലാതല ഉദ്ഘാടനം കക്കോടിയിൽ നടന്നത്. കക്കോടി ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിൽ നിന്ന് 5 പേർ എന്ന നിലയിൽ 101 പേരാണ് പദ്ധതിയിൽ പരിശീലനത്തിനൊരുങ്ങുന്നത്. ഒരാഴ്ച നീളുന്നതാണ് പരിശീലനം. വെള്ളിമാടുകുന്ന് ഫയർ സ്റ്റേഷനുമായി സഹകരിച്ചാണ് പഞ്ചായത്ത് പദ്ധതി നടപ്പാക്കുന്നത്. അടുത്ത വർഷം മുതൽ തദ്ദേശ സ്ഥാപനങ്ങൾ പരിശീലനത്തിനായി തുക വകയിരുത്തുമെന്ന് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ച മന്ത്രി KT ജലീൽ പറഞ്ഞു. കമ്മ്യൂണിറ്റി റെസ്ക്യൂ വോളണ്ടിയർ സ്കീം നമ്മുടെ സംസ്ഥാനത്ത് എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും നടത്തുന്നതിന് അടുത്ത സാമ്പത്തിക വർഷം അതിന് പണം നീക്കിവെക്കുന്നതിനുൾപ്പെടെ മാർഗരേഖയിൽ പ്രൊവിഷൻ ഉൾക്കൊള്ളിക്കുന്നതിന് സർക്കാർ തലത്തിൽ ശ്രമങ്ങളുണ്ടാകും. സ്ത്രീകൾക്കും പദ്ധതിയുടെ ഭാഗമായി പരിശീലനം ലഭ്യമാക്കണമെന്ന് ആവശ്യമുയർന്നു. അടുത്ത ഘട്ടത്തിൽ കുടുംബശ്രീ സഹകരണത്തോടെ കൂടുതൽ പേരെ കമ്മ്യൂണിറ്റി റെസ്ക്യൂ ടീമിന്റെ ഭാഗമാക്കുമെന്ന് അധികൃതർ അറിയിച്ചു. കോഴിക്കോട് അഗ്നിരക്ഷാസേന അസിസ്റ്റന്റ് ഡിവിഷണൽ ഓഫീസർ അരുൺ ഭാസ്കർ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. AK ശശീന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ച ഉദ്ഘാടന ചടങ്ങിൽ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ജനപ്രതിനിധികൾ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വിദൂര വനഗ്രാമങ്ങളിലെ വിദ്യാർത്ഥികൾക്കായി വയനാട് മുള്ളൻകൊല്ലിയിൽ നിർമ്മിക്കുന്ന ട്രൈബൽ ഹോസ്റ്റൽ നിർമ്മാണം പാതി വഴിയിൽ. 2014 ആരംഭിച്ച പദ്ധതി ഇതുവരേക്കും പൂർത്തിയാക്കാനായിട്ടില്ല. കൺസ്ട്രക്ഷൻ കോർപ്പറേഷനെയാണ് നിർമ്മാണ ചുമതല ഏൽപ്പിച്ചത്. ഇവർ മറ്റൊരു കരാറുകാരന് കൈമാറി. പുൽപ്പള്ളി, മുള്ളൻകുലി പ്രദേശത്തെ നിരവധി വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടേണ്ട പദ്ധതി എന്നാൽ പാതി വഴിയിൽ അവസാനിച്ചിരിക്കുകയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് എത്തിച്ചേരാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിലെ വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർത്തുന്നതിനായുള്ള പദ്ധതികളിൽ ഉൾപ്പെടുത്തിയായിരുന്നു ഹോസ്റ്റലിന്റെ നിർമ്മാണം. അതിനുശേഷം വളരെ ഇഴഞ്ഞു നീങ്ങുന്ന രീതിയിൽ 2.5 വർഷമായിട്ട് ഈ പ്രവൃത്തി ഇതിൻ്റെ മെയിൻ സ്ട്രക്ചർ പോലും തീരാത്ത സാഹചര്യത്തിലാണുള്ളത്.
ഗോത്രസാരഥി പോലുള്ള ഒത്തിരി പദ്ധതികൾ ഗവൺമെൻറ് ആദിവാസി വിദ്യാർത്ഥികളുടെ സമഗ്രമായ വിദ്യാഭ്യാസത്തിന് വേണ്ടി ചെലവഴിക്കുമ്പോഴും ഈ ഹോസ്റ്റൽ സമയബന്ധിതമായി പൂർത്തീകരിച്ചാൽ മാത്രം 80ഓളം കുട്ടികൾക്ക് ഇവിടെ താമസിച്ച് പഠിക്കാനുള്ള സാഹചര്യം. 4,25,00,000 രൂപ വകയിരുത്തിയ പദ്ധതിയാണ് കരാറുകാർ വൈകിപ്പിക്കുന്നത്. ആദിവാസി ക്ഷേമ പദ്ധതികളിൽ കഴിഞ്ഞ സർക്കാർ കാണിച്ച അലംഭാവത്തിന്റെ ശേഷിപ്പുകളിലൊന്നാണ് ഇതും. ട്രൈബൽ വകുപ്പ് ഇടപെട്ട് നിർമ്മാണം വേഗത്തിലാക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ന്യൂസ് ബ്യൂറോ, വയനാട്. ഇന്ന് ലോക കടുവാ ദിനം. ലോകത്ത് ജീവനോടെയുള്ള കടുവകളിൽ 70% ഇന്ത്യയിലാണെന്ന് പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നു. കടുവ സംരക്ഷണത്തിൽ നാം സ്വീകരിച്ച കർശന നടപടികളാണ് ഈ നേട്ടത്തിലേക്ക് രാജ്യത്തെ നയിച്ചത്. ലോകത്തെ തന്നെ പ്രധാന ടൈഗർ റിസർവായ മഹാരാഷ്ട്രയിലെ തഡോബ കടുവാ സങ്കേതത്തെക്കുറിച്ച് കൈരളി TV തൃശൂർ ബ്യൂറോ ക്യാമറാമാൻ PP സലീം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. റേസ് അവയർനെസ് ഫോർ ടൈഗർ കൺസർവേഷൻ എന്നതാണ് ഈ വർഷത്തെ കടുവാ ദിന സന്ദേശം. തുകലിനും നഖങ്ങൾക്കുമായി വേട്ടയാടൽ വ്യാപകമായതോടെ ഭൂമുഖത്ത് നിന്ന് കടുവകൾ അപ്രത്യക്ഷമാവും എന്ന ഘട്ടത്തിലാണ് ഇവയുടെ സംരക്ഷണത്തിനായി ശ്രമങ്ങൾ ആരംഭിച്ചത്. 2006 കണക്കുകൾ പ്രകാരം 1041 കടുവകൾ മാത്രമാണ് രാജ്യത്ത് ഉണ്ടായിരുന്നത്. ഒരു പതിറ്റാണ്ടിന് ശേഷം ഈ സംഖ്യ ഇരട്ടിയിലധികമായി ഉയർന്നത് ഏറെ അഭിമാനകരമാണ്. കടുവ സംരക്ഷണത്തിൽ വിദേശ രാജ്യങ്ങൾക്ക് പോലും മാതൃകയാവുന്നതാണ് മഹാരാഷ്ട്രയിലെ തഡോബ ടൈഗർ റിസർവ്. വർഷം തോറും കടുവകളുടെ എണ്ണം ഈ തഡോബ അന്തരി റിസർവിൽ കൂടിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. സഞ്ചാരികളുടെ എണ്ണം ആയിരക്കണക്കിന് എല്ലാ വർഷവും കൂടിക്കൊണ്ടിരിക്കുന്നു. കടുവകളെ കാണുമ്പോൾ കിട്ടുന്ന ഒരു പ്രത്യേക ഫീലിംഗ് നമുക്ക് ഇവിടെ മാത്രമേ കിട്ടുന്നുള്ളൂ. മഹാരാഷ്ട്രയിലെ ചന്ദ്രാപൂർ ജില്ലയിലാണ് 625 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ കടുവകളെ സംരക്ഷിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ 50 കടുവാ സങ്കേതങ്ങളിൽ 5ാം സ്ഥാനമാണ് തഡോബ കടുവാ സങ്കേതത്തിന് ഉള്ളത്. തഡോബ ടൈഗർ പാർക്കിൽ നിന്നും കൈരളി TVക്ക് വേണ്ടി PP സലീം. KP രാമനുണ്ണിക്കും ദീപ നിശാന്തിനുമെതിരായ വർഗീയ തീവ്രവാദികളുടെ ശക്തികളുടെ ഭീഷണിക്കെതിരെ DYFI നേതൃത്വത്തിൽ കോഴിക്കോട് യുവജന കൂട്ടായ്മ സംഘടിപ്പിച്ചു. സർഗാത്മകതയുടെ സ്വാതന്ത്ര്യത്തിന് കാവലാളാകുക എന്ന മുദ്രാവാക്യം ഉയർത്തി നടന്ന പരിപാടി DYFI സംസ്ഥാന പ്രസിഡന്റ് AN ഷംസീർ MLA ഉദ്ഘാടനം ചെയ്തു. KN കുഞ്ഞഹമ്മദ്, KP രാമനുണ്ണി എന്നിവർ സംസാരിച്ചു. DYFI ജില്ലാ ഭാരവാഹികളായ P നിഖിൽ, S സജീഷ് എന്നിവർ സംബന്ധിച്ചു. CBSE ഇന്റർ സ്കൂൾ കലാമത്സരം എറണാകുളം വടുതല ചിന്മയ വിദ്യാലയത്തിൽ കൊച്ചി DCP യതീഷ് ചന്ദ്ര ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ S ശ്രീശാന്ത് മുഖ്യാതിഥിയായിരുന്നു. മുഹമ്മദ് ഹനീഷ്, VN വേണുഗോപാൽ, പ്രിൻസിപ്പൽ ഊർമിള രഞ്ജിത്ത് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ലണ്ടനിൽ നടക്കുന്ന ലോക അത്ലറ്റിക് മീറ്റിനുള്ള ഇന്ത്യൻ ടീമിൽ PU ചിത്രയെ ഉൾപ്പെടുത്തണമെന്ന് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. 1500 മീറ്ററിൽ ചിത്രയുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തണമെന്ന് അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യക്കും കേന്ദ്ര സർക്കാരിനും ഹൈക്കോടതി നിർദ്ദേശം നൽകി. ഹർജിയിന്മേൽ തിങ്കളാഴ്ച വിശദമായ വാദം കേൾക്കും. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ നിന്ന് ഒഴിവാക്കിയതിനെതിരെ PU ചിത്ര സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. ലോക ചാമ്പ്യൻഷിപ്പിനുള്ള മത്സരാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് നീതിപൂർവമല്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. ചിത്രയെ തഴഞ്ഞ് ടീമിൽ അനർഹരെ ഉൾപ്പെടുത്തിയെന്നും കോടതി നിരീക്ഷിച്ചു. 1500 മീറ്ററിൽ ചിത്രയുടെ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യക്കും കേന്ദ്ര സർക്കാരിനും ഹൈക്കോടതി നിർദ്ദേശം നൽകി. ചിത്രയുടെ പരാതിയിൽ ന്യായമുണ്ടെന്ന് ഹർജിയുടെ വാദത്തിനിടെ കോടതി നിരീക്ഷിച്ചിരുന്നു. അത്ലറ്റിക് ഫെഡറേഷനുമേൽ നിയന്ത്രണങ്ങൾ ഇല്ലെന്ന് കേന്ദ്ര സർക്കാർ കോടതിയിൽ നേരത്തെ വിശദീകരണം നൽകിയിരുന്നു. മാനദണ്ഡങ്ങൾ ലംഘിച്ച് ഒറീസയിൽ നിന്നുള്ള ദ്വിദ്വി ചന്ദ് എന്ന അത്ലറ്റിനെ ടീമിലെടുത്തെന്ന് ചിത്രയുടെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. ചിത്രയുടെ ഇനമായ 1500 മീറ്റർ ഓഗസ്റ്റ് 4-നാണെന്ന് ഫെഡറേഷൻ കോടതിയിൽ വിശദീകരണം നൽകിയതിനെ തുടർന്നാണ് ഹൈക്കോടതി ഹർജിയിൽ അടിയന്തരമായി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ PU ചിത്രയെ ഉൾപ്പെടുത്തണമെന്നുള്ള ഹൈക്കോടതി വിധിയിൽ സന്തോഷമുണ്ടെന്ന് ചിത്രയുടെ മാതാപിതാക്കൾ. സർക്കാരിന്റെ ഇടപെടൽ കൊണ്ടാണ് ഇത്തരം ഒരു വിധി ഉണ്ടായതെന്നും അവർ വ്യക്തമാക്കി. ആദ്യമായി പറയുന്നത് ഇന്ത്യയിലെ ജനങ്ങളുടെ അടുത്തും കേരളത്തിലെ ജനങ്ങളുടെ അടുത്തും ഞങ്ങൾ താഴ്മയോടെ പറയുന്നു. അവരാണ് ഇതിൽ നിന്നത്. അതെല്ലാവരും പ്രാർത്ഥിക്കുന്നു. 3ാം സ്ഥാനം അവർക്ക് കിട്ടണമെന്ന് എല്ലാ ജനങ്ങളും പ്രാർത്ഥിക്കണം മാത്രം പറഞ്ഞുകൊണ്ട് പൈസയും പണവും ആളും വിദ്യാഭ്യാസം ഇല്ലാത്തവരെ തരം താഴ്ത്താന്നുള്ളതാണ് ഇപ്പോൾ ഇതിൽ മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞത്. സർക്കാരെന്നല്ല ജനങ്ങളും പിള്ളേർ സപ്പോർട്ട് തന്നെയാണ്. ഞങ്ങളെക്കാട്ടി സങ്കടം ജനങ്ങൾക്കുണ്ട്. ജനങ്ങളുടെ നല്ല സപ്പോർട്ടുണ്ട്.
കായിക രംഗത്തെ ദുഷ്പ്രവണതകളെ വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കായിക രംഗത്ത് പ്രഗത്ഭർക്ക് വ്യക്തി താൽപര്യവും വിവേചനവും ഉണ്ടാകാൻ പാടില്ല. പിന്നാലെ വരുന്ന ഇളം തലമുറയെ ഒരേ മനസ്സോടെ കാണണം. ദേശീയ ഗെയിംസിൽ മെഡൽ ജേതാക്കളായ കായിക താരങ്ങൾക്ക് സർക്കാർ ജോലി നൽകിക്കൊണ്ടുള്ള ഔദ്യോഗിക ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ കായിക രംഗത്തെ മോശം പ്രവണതകളെ അംഗീകരിക്കാൻ ഈ സർക്കാർ ഒരുക്കമല്ലെന്ന് വ്യക്തമാക്കിയാണ് 35ാമത് ദേശീയ ഗെയിംസ് മെഡൽ ജേതാക്കൾക്ക് നിയമന ഉത്തരവ് നൽകിയ ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിച്ചത്. കായിക രംഗത്ത് പ്രാഗൽഭ്യമുള്ളവർ തങ്ങളുടെ പിൻതലമുറക്കാരായ ഇളം കുരുന്നുകളെ ഒരേ കണ്ണോടും മനസ്സോടും കാണാൻ കഴിയുന്നവരാകണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വിവേചനവും വ്യക്തിതാൽപര്യവും ഈ രംഗത്തേക്ക് വരുന്ന പുതിയ കുട്ടികളുടെ അപാര സാധ്യതകൾ അടച്ച് അന്ധകാരത്തിലാക്കുമെന്നും മുഖ്യമന്ത്രി ഓർമ്മപ്പെടുത്തി. കിടമത്സരങ്ങൾക്ക് മറ്റൊട്ടേറെ വേദി നമ്മുടെ നാട്ടിലുണ്ട്, അവിടെ ആയിക്കോട്ടെ. ഇവിടെ ആ കിടമത്സരങ്ങൾക്ക് അവസരം നൽകാതിരിക്കുകയാണ് വേണ്ടത്. കായിക രംഗത്ത് പ്രാഗൽഭ്യമുള്ളവർ തങ്ങൾക്ക് പിന്നാലെ വരുന്ന ഇളം കുരുന്നുകളെ ഒരേ കണ്ണോടും ഒരേ മനസ്സോടും വേണം കാണാൻ. അവിടെ ഒരു വിധത്തിലുള്ള വിവേചനവും ഉണ്ടായിക്കൂടാ, ഒരുവിധ വ്യക്തി താല്പര്യവും ഉണ്ടായിക്കൂടാ. വ്യക്തി താല്പര്യങ്ങൾ ഈ രംഗത്ത് കടന്നു വന്നാൽ കുട്ടികളുടെ അപാരമായ സാധ്യതകൾക്കാണ് തിരിച്ചടി ഉണ്ടാവുക. ദേശീയ ഗെയിംസിൽ പങ്കെടുത്ത 35 താരങ്ങൾക്കാണ് മുഖ്യമന്ത്രി ചടങ്ങിൽ നിയമന ഉത്തരവ് കൈമാറിയത്. ദേശീയ ഗെയിംസിൽ ടീമിനങ്ങളിൽ വിജയം കൈവരിച്ച 83 താരങ്ങൾക്ക് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി നൽകാനുള്ള നടപടികൾ നടന്നുവരുന്നതായും മുഖ്യമന്ത്രി അറിയിച്ചു. ചടങ്ങിൽ കായികമന്ത്രി AC മൊയ്തീൻ അധ്യക്ഷനായിരുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. PU ചിത്രയെ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുപ്പിക്കണമെന്ന ഹൈക്കോടതി വിധിയെ സ്വാഗതം ചെയ്യുന്നതായി കായിക വകുപ്പ് മന്ത്രി AC മൊയ്തീൻ. ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന്റെയും കായിക കേരളത്തിന്റെയും നിലപാടുകൾ ശരിയാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ചിത്രയെ ലോക ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുപ്പിക്കാൻ കേന്ദ്ര സർക്കാരും ദേശീയ അത്ലറ്റിക് ഫെഡറേഷനും അടിയന്തരമായി ഇടപെടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. PU ചിത്രയെ ലോക അത്ലറ്റിക്സിനുള്ള ഇന്ത്യൻ ടീമിൽ ഉൾപ്പെടുത്തണമെന്ന ഹൈക്കോടതി ഉത്തരവ് നടപ്പാക്കാൻ ഫെഡറേഷൻ ബാധ്യസ്ഥരെന്ന് കേന്ദ്ര കായിക മന്ത്രി വിജയ് ഗോയൽ. ചിത്രയെ ടീമിൽ ഉൾപ്പെടുത്താൻ ഫെഡറേഷനോട് ആവശ്യപ്പെടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ 24 അംഗ ഇന്ത്യൻ ടീം ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച തന്നെ ലണ്ടനിലേക്ക് പറന്നിരുന്നു. ബ്രിട്ടീഷുകാർക്കെതിരായ പോരാട്ടങ്ങളിലെ തിളങ്ങുന്ന ഏടായ വേലുത്തമ്പി ദളവയുടെ ജീവിതം സിനിമയാകുന്നു. പൃഥ്വിരാജാണ് വേലുത്തമ്പിയുടെ വേഷത്തിലെത്തുന്നതെന്നാണ് റിപ്പോർട്ട്. വിജി തമ്പിയായിരിക്കും ചിത്രം സംവിധാനം ചെയ്യുക. മലയാളത്തിന്റെ വെള്ളിത്തിരയിലേക്ക് വീണ്ടും ഒരു ചരിത്ര കഥാപാത്രത്തിന് ജീവൻ വയ്ക്കുകയാണ്. ബ്രിട്ടീഷ് സൈന്യത്തിനെതിരായ പോരാട്ടത്തിലെ തിളങ്ങുന്ന അധ്യായമായ വേലുത്തമ്പി ദളവയുടെ ജീവിതമാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. പൃഥ്വിരാജ് ആയിരിക്കും വേലുത്തമ്പി ദളവയുടെ വേഷത്തിലെത്തുന്നത് എന്നാണ് സൂചനകൾ. വിജി തമ്പിയാണ് വേലുത്തമ്പിയുടെ ജീവിതകഥയ്ക്ക് സിനിമാ രൂപം ഒരുക്കുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. എന്നാൽ ഇരുവരും ഒന്നിക്കുന്ന കാര്യം പൃഥ്വി തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. വിജി തമ്പിയുടെ കരിയറിലെ ബിഗ് ബജറ്റ് ചിത്രമായിരിക്കും ഇത് എന്ന് പൃഥ്വി പറഞ്ഞു. മലയാളത്തിലെ മറ്റൊരു വലിയ സിനിമയായിരിക്കും ഈ പ്രോജക്റ്റ് എന്നും വിജി തമ്പിയുടെ സിനിമാ കരിയറിൽ ഇടവേള വരാൻ കാരണം ഈ പ്രോജക്റ്റിന് വേണ്ടിയായിരുന്നു എന്നും പൃഥ്വിരാജ് പറയുന്നു. 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വിജി തമ്പി വീണ്ടും സംവിധാന രംഗത്തെത്തുന്നത്. നമ്മൾ തമ്മിൽ, കൃത്യം എന്നീ സിനിമകളിലാണ് ഇതിനു മുൻപ് ഇരുവരും ഒന്നിച്ചെത്തിയത്. ചിത്രത്തിലെ മറ്റു താരങ്ങളെക്കുറിച്ചൊന്നും ഇതുവരെ ധാരണയായിട്ടില്ല. അടുത്ത വർഷം ആദ്യം വേലുത്തമ്പിയുടെ ചിത്രീകരണം ആരംഭിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ടു പോകുന്നത്. പൃഥ്വി നിലവിൽ കരാറെടുത്തിരിക്കുന്ന സിനിമകൾക്ക് ശേഷം വേലുത്തമ്പി ആരംഭിക്കും. ടൈം ആൻഡ് ഡെസ്ക്, ആർട്ട് കഫേ.